ഒരു കർഷകൻ എന്തൊക്കെയാ ചെയ്യണത്? ഒരു കർഷകനെ സംബന്ധിച്ച് അദ്ദേഹം ഭാവിയിലേക്കുള്ള വിളവെടുപ്പിനാണല്ലോ പണിയെടുക്കുന്നത്. ഇതേപോലെ നമ്മുടെ ഭാവിയിൽ നമ്മൾ നേടിയെടുക്കാനുള്ള വിളകളാവുന്ന നമ്മുടെ ലക്ഷ്യങ്ങൾ അത് നടപ്പിലാക്കാൻ ആ കർഷകന്റെ മനോഭാവത്തിലേക്ക് നമ്മൾ വരണം. അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഒരു ലാൻഡ് സെലക്ട് ചെയ്യുകയായിരിക്കും, അല്ലെ? ഒരു സ്ഥലം തനിക്ക് കൃഷി ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യായിരിക്കും ആദ്യം അദ്ദേഹം ചെയ്യണം. ഇതേപോലെ നമുക്ക് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മുടെ ജീവിത മേഖല ഏതാണ്, ഏത് മേഖലയിലാണ് ഞാൻ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇത് അവനവൻ ഡിസൈഡ് ചെയ്യണം. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ട്രെയിനിങ് മേഖലയിലാണ് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആളുകൾക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുക, ആളുകൾ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുക, ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു പെർഫോമൻസിലേക്ക് ആളുകളെ എത്തിക്കുക, ഇതൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ ഒരു പെർട്ടിക്കുലർ ഡൊമൈൻ ഏരിയ അല്ലെങ്കിൽ കണ്ടുപിടിച്ചിരിക്കുന്ന ജീവിത മേഖല എന്നുള്ളത്. അതേപോലെ നമ്മളൊരു ലാൻഡ് സെലക്ഷൻ പ്രോസസ് ഭംഗിയായിട്ട് നടത്തണം. അത് നടത്തിയതിനു ശേഷം 2 പ്ലവിംഗ് ആണ്. പ്ലവിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഉഴുതുമറിക്കലാണ്. കാരണം ഉഴുതുമറിച്ച ആ ഒരു മണ്ണിലെ നമുക്ക് വിത്തിടാൻ കഴിയുള്ളൂ. സോ പ്ലവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാനസികമായി എന്ത് ലക്ഷ്യത്തിനാണോ ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പൂർണ്ണമായ അർപ്പണ മനോഭാവത്തോടെ നമ്മുടെ മാനസികാവസ്ഥയെ അതുമായി അലൈൻ ചെയ്യുക എന്ന പ്രോസസ്സാണ് പ്ലവിംഗ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മാനസികമായി തയ്യാറെടുപ്പ് നടത്തുക. 3 സോയിങ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണേ, വിത്ത് അവിടെ ഇറക്കുകയാണ്, അല്ലെ? വിത്തിടുകയാണ്. വിത്തിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു വലിയ ലക്ഷ്യം, ആ വലിയൊരു സ്വപ്നം, ആ വലിയൊരു ആഗ്രഹം, അതിന്റെ വിത്ത് നമ്മൾ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ അത് കൃത്യമായി എന്താണ് എനിക്ക് നേടിയെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് കർഷകൻ ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനം കൊണ്ടുവരാനായിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അതിനുശേഷം ചെയ്യുന്ന ഫെർട്ടിലൈസിങ് ആണ്, അല്ലെ? വിത്തിട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ട വളങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുക, ഈ കാര്യങ്ങളാണ് ചെയ്യണത്. അതേപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ എന്തൊക്കെ നൈപുണ്യങ്ങൾ, സ്കില്ലുകളാണ് കൂട്ടേണ്ടത്, എന്തൊക്കെയാണ് എൻ്റെ മൈൻഡ് സെറ്റിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്, ഇത് പരിശോധിക്കുകയും അത് ചെയ്യാൻ തയ്യാറാവുകയും വേണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ നമ്മളുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന നമ്മുടെ തന്നെ ശീലങ്ങളും നമ്മുടെ തന്നെ മനോഭാവങ്ങളും മാറ്റാൻ തയ്യാറാവണം. ഒരു കർഷകൻ കള പറിക്കുന്നത് പോലെ നമ്മളുടെ ആ നെഗറ്റീവ് ഹാബിറ്റ്സിനെയും നമ്മുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെയും നെഗറ്റീവ് മൈൻഡ് സെറ്റിനെയും ഒക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ഇന്റൻഷണൽ എഫേർട്ട് എടുക്കാൻ തയ്യാറാവണം. അതിനുശേഷം വാട്ടറിങ്, അല്ലെങ്കിൽ സ്ഥിരമായി വെള്ളം നനച്ചു കൊടുക്കുക എന്ന പ്രോസസ് കർഷകൻ ചെയ്യുന്നത് പോലെ നമ്മൾ എല്ലാ ദിവസവും ആക്ഷൻ എടുത്തുകൊണ്ട് എല്ലാ ദിവസവും വേണ്ട കാര്യങ്ങൾ ചെയ്ത് ആ ലക്ഷ്യത്തിലേക്ക് മുൻപോട്ട് പോകാൻ തയ്യാറാവണം. എവറി ഡേ ആക്ഷൻസ്, എല്ലാ ദിവസമുള്ള ആക്ഷൻസ്. കാരണം ഒരു വലിയ ബിൽഡിങ് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല, മറിച്ച് അനേകായിരം ഇഷ്ടിക കഷ്ണങ്ങൾ അടുക്കി അങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. അതേപോലെ നമ്മൾ എടുക്കുന്ന എവരിഡേ ആക്ഷൻസ് ആണ് ജീവിതത്തിൽ വലിയ വിപ്ലവാത്മകരമായിട്ടുള്ള വലിയ റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് എവരിഡേ ആക്ഷൻ ആണ് ആ ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കുന്ന പോലെ ഭാവിയിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട ഘടകം എന്ന് പറയുന്നത്. ദെൻ ഹാർവെസ്റ്റിംഗ്, അതിനുശേഷമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യപ്രാപ്തി അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഗോള് നേടിയെടുക്കാൻ കഴിയുന്നത്. എന്നാൽ നമ്മൾ ചുറ്റെടുത്ത് നോക്കിയാൽ ഈ കർഷകന്മാരെ എടുത്തു കഴിഞ്ഞാലും അവർ ഇത്തരത്തിൽ തന്നെയാണ് ഒരു സ്ഥലം കണ്ടെത്തി അവിടെ കൃത്യമായ രീതിയിൽ ഉഴുതുമറിച്ച് അവിടെ വിത്തിട്ട് അതിനുശേഷം വളം കൊടുത്ത് കളകളുണ്ടെങ്കിൽ അതിനെ പറിച്ചു മാറ്റി എല്ലാ ദിവസവും അതിനെ വാട്ടർ ചെയ്ത് ആ രീതിയിലാണ് അവർ വെയിറ്റ് ചെയ്തതിനു ശേഷം അവരുടെ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട വിളവെടുക്കുന്നത്. എന്നാൽ നമ്മളിൽ പല ആളുകളും ചെയ്യുന്ന എന്താണ്, നമ്മൾ മനസ്സിൽ ഇത്തരത്തിലൊരു ആഗ്രഹം കാണും, ബാക്കി ഒന്നും ചെയ്യില്ല. ഈ ആഗ്രഹം കണ്ട് ബാക്കി ഒരു കാര്യവും ചെയ്യാണ്ട് വിളവെടുക്കാൻ വേണ്ടി നടക്കണ കാര്യമാണോ? എന്നിട്ട് ആരെങ്കിലും ഒരാൾ വിളവെടുക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു ഗോള് നേടിയെടുക്കണ സമയത്ത് നമ്മൾ അവരെ നോക്കി അയാൾ ഭയങ്കര ഭാഗ്യവാനാന്ന് പറയും. അയാൾ ഭാഗ്യം കൊണ്ടൊന്നും അല്ല നേടിയിരിക്കുന്നത്, അയാൾ ഈ പറഞ്ഞ പ്രോസസ്സിൽ ഓരോന്നും കൃത്യമായി ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് വിളവെടുക്കാൻ കഴിഞ്ഞത്. നമുക്കതിന് കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ മോശക്കാരനാന്നല്ല, നമുക്ക് കഴിവില്ല എന്നുമല്ല, നമുക്ക് കപ്പാസിറ്റി ഇല്ല എന്നുമല്ല. അതിനർത്ഥം ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ, നമ്മൾ അതിനു വേണ്ട വില കൊടുത്തിട്ടില്ല, അതിനു വേണ്ട വാല്യൂ കൊടുത്തിട്ടില്ല. ശരിയല്ലേ? അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും റെസൊല്യൂഷൻസും ഒക്കെ നടപ്പിലാക്കാൻ വർഷങ്ങളായിട്ട് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ഭാവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ഇനി ഏറ്റെടുത്ത ആളുകൾ മാനസികമായി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറെടുത്തില്ല. ഇനി തയ്യാറായ ആളുകൾ കൃത്യമായി എന്താണ് എന്റെ സ്വപ്നം, ലക്ഷ്യമെന്ന് നിർണയിച്ചിട്ടില്ല. നിർണയിച്ച ആളുകൾ അതിനനുസൃതമായി തന്റെ സ്കില്ലിലും തന്റെ മൈൻഡ് സെറ്റിലും വേണ്ട മാറ്റം കൊണ്ടുവരാൻ തയ്യാറായിട്ടില്ല. ഇത് ചെയ്ത വ്യക്തികളെ സംബന്ധിച്ച് അവർ അതിനുശേഷം റെഗുലറായി ആക്ഷൻ എടുക്കാൻ, കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഇത് നേടിയെടുക്കാൻ കഴിയാഞ്ഞത്. ഇത് കൃത്യമായി ചെയ്യാമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ആഗ്രഹിക്കുന്ന
വലിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിയുമെന്ന തിരിച്ചറിവാണ് 8 പില്ലേഴ്സിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട ബേസിക് ആയ അണ്ടർസ്റ്റാൻഡിങ്. അടിസ്ഥാനപരമായി നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവിടെ നല്ല ഫാമിംഗ് നടത്തി നമ്മൾ ആഗ്രഹിക്കുന്ന ഗോളുകൾ ക്രിയേറ്റ് ചെയ്യും എന്നൊരു പോസിറ്റീവ് തോട്ടാണ് നമുക്ക് വേണ്ടത്. സോ ഐ വിൽ ക്രിയേറ്റ് മൈ ഫ്യൂച്ചർ, ഞാൻ എൻ്റെ ഫ്യൂച്ചർ ഉണ്ടാക്കും എന്നർത്ഥം വരുന്ന രീതിയിൽ ICF വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക.